ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും പ്രിൻസ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാറൊക്കെ ഓടിച്ച് പഠിക്കുന്ന ആൾക്കാർ, അതായത് തുടക്കക്കാർക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ റോഡിലേക്ക് വാഹനം കൊണ്ടിറങ്ങുമ്പോൾ ഒരു പേടി, അല്ലെങ്കിൽ റോഡിലേക്ക് വാഹനം കൊണ്ടിറങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അറിയില്ല, ആ ഒരു അവസ്ഥ. ഓക്കെ, അപ്പോൾ അങ്ങനെ തുടക്കക്കാർ ആദ്യമായിട്ട് വാഹനവുമായി റോഡിലിറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ മിററൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, സ്റ്റിയറിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാഹനമാണെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്യുക, സീറ്റ് ബെൽറ്റ് കൃത്യമായിട്ട് ഇടുക. ഇത്രയും ബേസായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അതെല്ലാം എന്ത് ചെയ്യാണ്, കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ കാറ് പഠിക്കുന്ന വീഡിയോസൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഇതിൻ്റെയൊക്കെ ഈ ബേസായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ സ്പീഡ് പറഞ്ഞു പോയത്. അപ്പോൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ബേസായിട്ട് ചെയ്യുക, കൃത്യമായിട്ട് സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം എടുക്കുമ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക. വാഹനം എടുക്കുന്ന ടൈമിൽ കൃത്യമായിട്ട് വലത് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് പുറകിൽ നിന്ന് വാഹനമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്ത് അനക്കുകയാണ്, പുറകിൽ നിന്നൊരു വാഹനം പെട്ടെന്ന് പോവുകയാണെങ്കിൽ പോലും ടെൻഷനായി പോകും. പിന്നെ അങ്ങോട്ട് ഓട്ടിക്കുക ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, ആ ഒരു പേടി ഉള്ളിൽ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ സൈഡ് ക്ലിയർ ചെയ്യുക, പക്ക ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, ശേഷം എന്ത് ചെയ്തു, ഫസ്റ്റ് ഗിയർ ഇടുക, പയ്യെ വാഹനം എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സ്പീഡ് ഒരു പരിധി കൂടുതൽ പോകരുത്. ഓക്കെ, മാക്സിമം ഒരു 30 ഒരു 40 ആവും. ഓക്കെ, ഒരു 40-45 ആ ഒരു സ്പീഡൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് നമുക്ക് വാഹനം നിർത്താനായിട്ട് പറ്റും. അപ്പോൾ അത് നോക്കുക. അപ്പോൾ സ്പീഡ് കുറയുമ്പോൾ നമ്മുടെ പേടി കുറേയൊക്കെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, മാറും. പിന്നെ നമ്മളിപ്പോൾ മുന്നിൽ നിന്നൊരു വാഹനം പോകുന്നു എന്ന് വിചാരിക്കുക, നിങ്ങൾ ഒരുപാട് ചേർത്ത് വാഹനം ഓടിക്കരുത്. ഓക്കെ, ഇപ്പോൾ ഇതൊരു വാഹനമാണ്, ഇതൊരു വാഹനമാണെങ്കിൽ ഇത്രയും ചേർന്ന് പോകരുത്. അത്യാവശ്യം ഗ്യാപ്പ് ഇടുക. ഓക്കെ, അത്യാവശ്യം ഗ്യാപ്പ് ഇട്ട് തന്നെ എന്ത് ചെയ്യുക, പോവുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം ബ്രേക്ക് ചെയ്യാനും അത്യാവശ്യം ഒന്ന് ചിന്തിച്ചെടുക്കുവാനൊക്കെ ഉള്ള ടൈം കിട്ടും. ഓക്കെ, ഒരുപാട് ചേർത്താണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ തട്ടാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ ആദ്യമൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ അധികമായിട്ട് തിരക്കൊന്നും ഇല്ലാത്ത റോഡുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക, ഒന്ന് കൈ തെളിഞ്ഞ് വരുന്നത് വരെ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് പക്കയായിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പേടിയില്ലാതെ വാഹനം ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റൈഡ് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, ക്ലച്ച് ഫുള്ള് ചവിട്ടി. അതിന് മുമ്പ് ആദ്യം ചവിട്ടാൻ സാധനം ബ്രേക്കാണ് കേട്ടോ. ബ്രേക്ക് ഞാൻ ചവിട്ടി വെച്ചിരുന്നതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. ഓക്കെ, ബ്രേക്കും ചവിട്ടി, ക്ലച്ച് ഫുള്ള് ചവിട്ടി എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ഫസ്റ്റ് ഗിയർ ഇട്ടു ആദ്യം. ഓക്കെ, ഫസ്റ്റ് ഗിയർ ഇട്ടു. അതുപോലെ ഗിയറും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഗിയറിൽ നോക്കാണ്ടൊരു സാഹചര്യം വരരുത്. അതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അതിൻ്റെ വീഡിയോസും പ്രീവിയസ് വീഡിയോസ് ഉണ്ട്. ഇനി ആവശ്യമുള്ള എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക, ആ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഗിയർ ഇട്ടു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ചിലരൊക്കെ പേടിയുണ്ട്, ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വാഹനം എടുക്കുന്നു, വണ്ടി ഓഫായി പോകുന്നു, വീണ്ടും എടുക്കുന്നു, വീണ്ടും ഓഫായി പോകുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് കൃത്യമായിട്ട് ഇളക്കുക. ഓക്കെ, അതുണ്ടോ ഇല്ലെന്ന് അറിയാൻ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു റെഡ് ലൈറ്റ് കാണാൻ പറ്റും. കണ്ടോ, ഒരു വാർണിംഗ് ലൈറ്റ് പോലത്തെ ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അത് റിലീസ് ചെയ്യുമ്പോൾ ഓഫാവും, ഇടുമ്പോൾ അത് കത്തും. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡോർ അടഞ്ഞിട്ടില്ലെങ്കിലും ഒക്കെ ഈ ലൈറ്റുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു, റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോയാണ് കേട്ടോ. മിറർ കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, മിററും അതുപോലെ തന്നെ ഒന്ന് തിരിഞ്ഞൊക്കെ നോക്കുക, ബ്ലൈൻഡ് സ്പോട്ടും ഒക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, പതിയെ എന്ന് പറഞ്ഞാൽ പതിയെ ക്ലച്ച് എന്ത് ചെയ്യുക, പതിയെ വിടുക. ഒരു ഹാഫ് ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബ്രേക്കിൽ നിന്നും കൂടെ, ഹാഫ് ക്ലച്ച് അറിയാമല്ലോ, ഒരു വൈബ്രേഷൻ പോയിൻ്റാണ് ഹാഫ് ക്ലച്ച്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്കിൽ നിന്ന് പതിയെ കാലെടുക്കുക. തുടക്കക്കാർക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പം അതാണ് കേട്ടോ. ആ ഒരു വൈബ്രേഷൻ പോയിൻ്റ് ആദ്യമേ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പീഡ് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോഡിലേക്ക് വാഹനം കയറ്റാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പുറകിൽ നിന്ന് വാഹനമൊന്നുമില്ല. ഓക്കെ, പതിയെ മാക്സിമം സ്പീഡ് കുറച്ച് പോവുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്ററും ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വാഹനം എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷനൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കുക. അത് വാഹനത്തിൻ്റെ പുറത്ത് നിന്ന് നോക്കിയിട്ട് കയറിയാൽ അത്രയും നല്ലത്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ സ്റ്റിയറിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെയൊക്കെ എളുപ്പമായിരിക്കും. കൃത്യമായിട്ട് ഹോൺ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഒരാൾ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും നമുക്കുള്ളിൽ ഇത്തിരി പേടി, അയ്യോ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരു വലിയ വാഹനം വരുമ്പോൾ പേടിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോൾ ഇത്തിരി പേടിയാണ് കേട്ടോ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ റോഡിൻ്റെ വലുപ്പവും കാറിൻ്റെ വലുപ്പവും ഒക്കെ മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, ഡ്രൈവ് ചെയ്യുക. പലർക്കും ഉള്ള മറ്റൊരു പ്രശ്നമാണ്, നമ്മളിപ്പോൾ വാഹനം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ റോഡിൻ്റെ ഇടത് സൈഡ് ചേർന്നാണോ വലത് സൈഡ് ചേർന്നാണോ ഓടിപ്പോകുന്നതെന്ന് ഉള്ള ചിന്താഗതിയൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അതിലൊരു കൺഫ്യൂഷൻ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ വീഡിയോ നമ്മൾ ഇടാം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ സീബ്ര ലൈൻസ് ഇല്ലേ, ഓക്കെ, ഈ രണ്ട് സൈഡിലുള്ള ഈ ഒരു ലൈൻ, വൈറ്റ് ലൈൻസ്, അതിൻ്റെ നടുക്കൂടെയാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ജഡ്ജ് ചെയ്യാമെന്നുള്ളത് നമ്മൾ പിന്നീടൊരു വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, പ്രീവിയസ് ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, ഒരു പഴയ വീഡിയോ അതിനകത്ത് കിടപ്പുണ്ട്. നമ്മൾ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും അത്. ഓക്കെ, നമ്മൾ ഈ രണ്ട് മിററിൽ കൃത്യമായിട്ട് നോക്കിയാൽ മതി. രണ്ട് മിററിലും രണ്ട് സൈഡിലത്തെയും ഈ ഒരു വൈറ്റ് ലൈൻ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അതിൻ്റെ നടുവിലൂടെയാണ് പോകുന്നതെന്ന് തന്നെയാണ്. ഓക്കെ, സിമ്പിളാണ്.
അപ്പോൾ അതൊക്കെ വെച്ച് ജസ്റ്റ് സ്പീഡ് കുറച്ച് തന്നെ ഓടിച്ച് പോകട്ടോ. ഞാൻ ഇപ്പോഴും ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. ചെറിയ കയറ്റം അത്യാവശ്യം ബ്ലോക്കൊക്കെ ആയതുകൊണ്ടാണ് വണ്ടി ചിലപ്പോൾ ഫസ്റ്റ് ഗിയർ ഇപ്പം ഇച്ചിരി ഇരപ്പൊക്കെ വരും. നിങ്ങൾ തുടക്കമല്ലേ, ഒന്ന് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിലൊന്നും ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. അടുത്ത് സെക്കൻഡ് ഗിയർ മാറ്റുകയാണ്. ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുക, ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഗിയർ ചേഞ്ച് ചെയ്യാൻ. ഓക്കെ, അതും ഒരു മിസ്റ്റേക്കാണ്. പലപ്പോഴും പുതിയ ആൾക്കാർ തുടക്കക്കാരൊക്കെ വരുന്നൊരു മിസ്റ്റേക്കാണ്. ക്ലച്ച് ഫുള്ള് ചവിട്ടാതെ ചിലപ്പോൾ ലേശം എന്തെങ്കിലും എന്ത് ചെയ്യും, പൊങ്ങിയായിരിക്കും. അപ്പോൾ ഗിയർ സ്റ്റിക്കിൽ പിടിക്കുമ്പോൾ അത് അനങ്ങത്തില്ല. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് വലിക്കുമ്പോൾ എന്ത് ചെയ്യില്ല, കൃത്യമായിട്ട് വരില്ല, നല്ല ബലം കൊടുക്കാണ്ട് വരും. അപ്പോഴേക്കും ഉള്ള ടെൻഷൻ കുറച്ചുകൂടെ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ അതുകൂടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. തിരക്ക് കാണില്ല എന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. പതിയെ തന്നെ പോകും കേട്ടോ. ഞാൻ കണ്ടോ ഇവിടെ അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ഫ്രണ്ടിൽ ഒരു കാറിനൂടെ പോകേണ്ട ഗ്യാപ്പ് ഇപ്പോൾ നമ്മുടെ വാഹനത്തിന് മുന്നിലുണ്ട്. ഓക്കെ, പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഇത്രയും ഗ്യാപ്പൊക്കെ ഇട്ട് പോകുന്നതാണ് ഉചിതം. കാരണം നമുക്ക് പെട്ടെന്നൊന്ന് വാഹനം നിർത്തണമെങ്കിൽ നിർത്താമല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ വാഹനം സ്ലോ ചെയ്യണം. അങ്ങനെ വരികയാണെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ബ്രേക്ക് ജസ്റ്റ് ചവിട്ടി എന്ത് ചെയ്യുക, സ്ലോ ചെയ്യുക. ശേഷം ക്ലച്ച് ഫുള്ള് ചവിട്ടുക. ഓക്കെ, എന്നിട്ട് ഗിയർ ഡൗൺ ചെയ്യണമെങ്കിൽ ഡൗൺ ചെയ്യുക. അപ്പോഴേക്കും വാഹനം എന്ത് ചെയ്യും, ജസ്റ്റ് സ്ലോ ആയി വന്നോളും. ഓക്കെ, ബ്രേക്ക് ആദ്യമേ ഫുള്ള് ചവിട്ടാൻ നിൽക്കരുത്. ഫുള്ള് ചവിട്ടിയാൽ വാഹനം ഓഫായി പോകും. മൊത്തത്തിൽ അവിടെ വണ്ടി ചാടിയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ചവിട്ടാൻ നിൽക്കരുത്. എന്ത് ചെയ്യുക, പതിയെ ചവിട്ടി ഒന്ന് ജസ്റ്റ് സ്ലോ ആയി വരുമ്പോൾ ക്ലച്ച് കൂടെ എന്ത് ചെയ്യുക, ചവിട്ടുക. അപ്പോൾ വണ്ടി ഓഫാവില്ല. ഓക്കെ, വാഹനം എപ്പോഴായാലും നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ്. ആദ്യം ബ്രേക്ക് ചവിട്ടി ജസ്റ്റ് സ്ലോ ആക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചവിട്ടി ജസ്റ്റ് സ്ലോ ചെയ്തു, ക്ലച്ചും ചവിട്ടി ഫസ്റ്റ് ഗിയർ വെച്ചു കേട്ടോ. ഓക്കെ, ശേഷം പതിയെ പോവുകയാണേ. എനിക്ക് മിക്കവാറും ആ വണ്ടി അവിടെ ചവിട്ടാൻ സാധ്യത കൂടുതലാണ്. പയ്യെ പോകുന്നുണ്ട്. ഓക്കെ, പതിയെ പോകുക കേട്ടോ. മാക്സിമം സ്പീഡ് കുറച്ച് പോവുക. ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് സ്പേസേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയുള്ള റോഡിൽ തുടക്കക്കാർ തൽക്കാലം ഇച്ചിരി തിരക്കൊക്കെ ആണെങ്കിൽ വരാതിരിക്കുക. നല്ല രീതിയിലൊന്ന് പഠിച്ചിട്ട് വരിക കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഞാനായാലും പഠിച്ച സമയത്ത് അത്യാവശ്യം ഒരു ബ്ലോക്കിലൊക്കെ പെട്ട് നല്ല രീതിയിൽ വേർത്തിട്ടുണ്ട്. സ്വാഭാവികമാണ് കേട്ടോ. അതിനെ ഒരിക്കലെങ്കിൽ മിക്കവാറും ഡ്രൈവേഴ്സ് എല്ലാം ഒരിക്കലെങ്കിലും അങ്ങനെ വേർത്തിട്ടുണ്ടായിരിക്കും. അതിനവർ മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് അങ്ങ് ഓട്ടിക്കുക. നമുക്ക് ആ ഒരു ധൈര്യം വേണം. നമുക്ക് ഓട്ടിക്കാൻ അറിയാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാം, വാഹനം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ അത്യാവശ്യം തിരക്കില്ല. അടുത്ത ഞാൻ മൂന്നാമത്തെ ഗിയർ വെച്ചു കേട്ടോ. സെയിം മെത്തേഡ് തന്നെയാണ്. ആക്സിലേറ്ററിൽ കാലെടുക്കുക, ക്ലച്ച് ഫുള്ള് ചവിട്ടുക, ഫുള്ള് ചേർത്ത് ചവിട്ടുക. ശേഷം ഗിയർ ചേഞ്ച് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ക്ലച്ച് ഇപ്പോൾ കുറച്ചെങ്കിലും ഒന്ന് ലൂസാണെങ്കിൽ എന്ത് ചെയ്യും, ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വേണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അത് ചവിട്ടുക കേട്ടോ. ഞാൻ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഹോൺ അടിക്കുക. കൃത്യമായിട്ട് ഹോൺ അടിച്ച് തന്നെ ഓവർടേക്ക് ചെയ്യുക. ഓക്കെ, കൃത്യമായിട്ട് ഹോൺ അടിക്കുക കേട്ടോ. അതൊന്ന് വിട്ടു പോകരുത്. പിന്നെ പലർക്കും വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റിയറിംഗ് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നൊക്കെ ഉള്ള ചെറിയ ഡൗട്ടാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകണം. ഒരുപാടൊക്കെ വളയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ സ്പീഡ് നിങ്ങൾ കുറച്ചാണ് ഓട്ടിക്കുന്നതെങ്കിൽ അതും നിങ്ങളുടെ കയ്യിൽ ഇണങ്ങി വരും കേട്ടോ. പെട്ടെന്ന് ഇണങ്ങി വരും. ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ നമ്മളൊരു ഫ്രണ്ടിൽ പോയൊരു വാഹനം അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം കേട്ടോ. അപ്പോൾ തുടക്കക്കാരൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ മേടിച്ചു. നമ്മൾ വിചാരിക്കാം വാഹനം അങ്ങ് പോകും, നേരെ പോകും എന്നൊക്കെ വിചാരിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം സ്പീഡ് കുറച്ച് എന്ത് ചെയ്യുക, വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ 40 അകത്താണ് നമ്മൾ വെക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു 30-40 അതിനകത്താണ് നമ്മളിപ്പോൾ വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നിർത്തുമ്പോൾ നമ്മളെങ്ങനെ നിർത്തണം എന്നുള്ളത് കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് മാക്സിമം നിങ്ങൾ നിർത്തുമ്പോൾ അധികം തിരക്കില്ലാത്ത വളവൊന്നും അല്ലാത്ത സ്ഥലത്ത് കൊണ്ട് വാഹനം നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയിട്ട് അവിടെ ഇച്ചിരി സ്ഥലമുണ്ടെന്ന് തോന്നുന്നു, ആ പോസ്റ്റിൻ്റെ അപ്പുറത്തായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് നിർത്താം കേട്ടോ. ആദ്യം ഇടത് ഇൻഡിക്കേറ്റർ ഇടുക കേട്ടോ. കൃത്യമായിട്ട് ഇടത് ഇൻഡിക്കേറ്റർ ഇടുക. മിറർ നോക്കുക, പുറകിൽ നിന്ന് മറ്റ് വാഹനങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ശേഷം പതിയെ ഇടത് സൈഡ് ചേർത്ത് എന്ത് ചെയ്യുക, വാഹനം നിർത്തുക. ഓക്കെ, നിർത്തുന്ന ടൈമിൽ ഞാനിപ്പോൾ ഗിയറൊന്നും ഡൗൺ ചെയ്തില്ല. ഞാൻ അത്യാവശ്യം നിരപ്പായ റോഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തത് എന്ത് ചെയ്തു, ബ്രേക്ക് ചവിട്ടി വണ്ടി ജസ്റ്റ് സ്ലോ ആയി വന്നപ്പോൾ ക്ലച്ച് ഫുള്ള് ചവിട്ടി, പിന്നെ ബാക്കി ബ്രേക്ക് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ചവിട്ടി എന്ത് ചെയ്തു, വാഹനം ഒതുക്കി നിർത്തി. ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പേടിച്ചിരിക്കരുത് കേട്ടോ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കുഴപ്പമില്ല. അത്യാവശ്യം തിരക്ക് കുറഞ്ഞ റോഡൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ കൂടെ സുഹൃത്തുക്കളോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അത്രയും എളുപ്പം. ഓക്കെ, അപ്പോൾ അവരുടെ ഹെൽപ്പ് കൂടെ കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.